നമസ്കാരം. റാഫ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സർ നറുക്കെടുപ്പ് വന്നു കഴിഞ്ഞു. ഇതിലിപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം ഒറ്റ നോട്ടത്തിലേതാണ്? തീർച്ചയായും അത് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള മത്സരം തന്നെയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. നിലവിലെ ചാമ്പ്യന്മാരാണ്. കന്നി കിരീടം കഴിഞ്ഞ സീസണിലാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. റയൽ മാഡ്രിഡിന്റെ പ്രാധാന്യം യൂസിലിന്റെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് റയൽ മാഡ്രിഡ് ആണ്. 14 കിരീടങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് മാഞ്ചസ്റ്റർ സിറ്റി റയലിനോട് പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയൊരു ആവേശഭരിതമായ ഒരു മത്സരം തന്നെയായിരിക്കും അത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ റയൽ മാഡ്രിഡും നിലവിൽ ഏറ്റവും മികച്ച രൂപത്തിൽ യൂറോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് ആ പോരാട്ടം. അത് തീർച്ചയായിട്ടും തീപാറുന്ന ഒന്നായിരിക്കും. അതോടൊപ്പം തന്നെ ആഴ്സണലും ബയൺ മ്യൂണിക്കും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുന്നുണ്ട്. മുമ്പ് പലതവണ യുസിയിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പലപ്പോഴും ആഴ്സണലിന് ബയൺ മ്യൂണിക്ക് പണി കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ബയൺ എന്ന് പറയുമ്പോൾ അവരത്ര നല്ലൊരു സാഹചര്യത്തിലൂടെയല്ല സമീപകാലത്ത് കടന്നു പോയിട്ടുള്ളത്. പക്ഷെ യുസിയിൽ അവർ നല്ല രൂപത്തിൽ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അപ്പം ആർട്ടറ്റയും സംഘവും ഒരു പ്രതികാരം ഇവിടെ തീർക്കുമോ എന്നുള്ളതാണ് അവിടെ നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം വരുന്നത് PSG വേഴ്സസ് FC ബാഴ്സലോണ പോരാട്ടമാണ്. ഇതിപ്പം PSG സംബന്ധിച്ചിടത്തോളം അവരുടെ കന്നി കിരീടത്തിനായിട്ടുള്ള ശ്രമത്തിലാണ് അവരുള്ളത്. കഴിഞ്ഞ 2 സീസണുകളിലും പ്രീ ക്വാർട്ടറിൽ വീണുപോയ ടീമാണ്. ഇത്തവണ അവർ അത് മറികടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ബാഴ്സയാണെങ്കിൽ 2020 ആ വിഖ്യാതമായ 8-2 തോൽവിക്ക് ശേഷം ആദ്യമായിട്ടാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കടുത്ത പോരാട്ടം നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള പോരാട്ടം കൂടി വരും. നമുക്ക് ഓരോ കളിയെയും സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്ന് നോക്കാം. ഇപ്പം ആദ്യമായി പറയട്ടെ, ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ഫിക്സർ എന്ന് പറയുന്നത് ആദ്യ പാദ മത്സരം ഏപ്രിൽ 9, 10 തീയതികളിലും രണ്ടാം പാദ മത്സരം ഏപ്രിൽ 16, 17 തീയതികളിലുമായിട്ടാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, PSG വേഴ്സസ് FC ബാഴ്സലോണ പോരാട്ടം. ഇപ്പം നിലവിൽ PSG ഏറ്റവും നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. മെസ്സിയും നെയ്മറും വെറാറ്റിയും ഒക്കെ പോയെങ്കിലും മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് ലൂയിസ് എൻറിക്കയുടെ കീഴിൽ ടീമിനെ റീബിൽഡ് ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണ്. എംബാപ്പെ ഈ സീസണോട് കൂടി പടി ഇറങ്ങും എന്ന കാര്യം വ്യക്തമാണ്. എംബാപ്പയെ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചിലിരുത്താറുണ്ട് ലൂയിസ് എൻറിക്ക. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അങ്ങനെ ബെഞ്ചിലിരുത്താറുമില്ല. അതേസമയം ബാഴ്സലോണ ആവട്ടെ പരിക്കിന്റെ പിടിയിൽ ഒരുപാട് താരങ്ങൾ അവർക്ക് നഷ്ടമായി. എങ്കിലും ലാമാസിയിൽ വരുന്ന യുവതാരങ്ങളൊക്കെ അത്ഭുതപ്പെടുന്ന പ്രകടനം. അപ്പം ലാമിൻ യമാൽ മാത്രമല്ല, കുബാർസിയുടെ പ്രകടനം നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ലാമാർസിയിലെ യുവതാരങ്ങളുടെ കരുത്തിൽ കുതിക്കുന്ന ഒരു ബാഴ്സലോണയെ നമ്മൾ കാണുന്നു. അപ്പൊ ഈ കളിയിൽ ആര് ജയിക്കും, എങ്ങനെയുള്ളൊരു പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ PSG സംബന്ധിച്ചിടത്തോളം അവർ മികച്ച പ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പോഴും എംബപ്പെ എന്ന താരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ ഒരു മികച്ച പ്രകടനം പലപ്പോഴും വരാറുള്ളത്. ഇപ്പൊ കഴിഞ്ഞ 3 ലീഗ് 1 മത്സരങ്ങളിലും PSG സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ മത്സരങ്ങളിലൊക്കെ തന്നെ എംബപ്പെ ഭാഗികമായി പുറത്തായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് PSG ക്വാർട്ടർ ഫൈനലിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഇരുപാദങ്ങളിലുമായി നേടിയ 4 ഗോളുകളിൽ 3 ഗോളുകളും നേടിയത് കിലിയൻ എംബപ്പയാണ്. അപ്പോൾ പ്രധാനമായും കിലിയൻ എംബപ്പയെ ആശ്രയിച്ചുകൊണ്ടാണ് PSG മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വസ്തുത അവിടെയുണ്ട്. പക്ഷെ ഒരുപാട് കാലമായി അവരിപ്പോൾ പരാജയം അറിഞ്ഞിട്ട് മികച്ച പ്രകടനം PSG നടത്തുന്നുണ്ട്. FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ചാവി പടിയിറങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം 9 മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത്. രസകരമായ വസ്തുത എന്തെന്നാൽ ആ 9 മത്സരങ്ങളിൽ ഒന്നിൽ പോലും FC ബാഴ്സലോണ പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ ചാവിയുടെ ആ രാജി പ്രഖ്യാപനത്തിന് ശേഷം അവർ മികച്ച രൂപത്തിൽ കളിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ നാപ്പോളിക്കെതിരെയുള്ള ആ ഒരു രണ്ടാം പാദ പ്രീ ക്വാർട്ടർ മത്സരമൊക്കെ നമ്മൾ കണ്ടതാണ്. മികച്ച രൂപത്തിലാണ് ബാഴ്സലോണ ആ ഒരു മത്സരത്തെ കൈകാര്യം ചെയ്തത്. ചുരുക്കത്തിൽ ഒരു കടുത്ത പോരാട്ടം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ലാലിഗയിൽ ഇടയ്ക്കിടെ പരാജയങ്ങൾ FC ബാഴ്സലോണ ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ അവർ ട്രാക്കിലായി കഴിഞ്ഞു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മികച്ച പ്രകടനം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല.
PSG ഒരല്പം മുൻതൂക്കം ഞാൻ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും PSG വിജയിച്ച് കയറാനുള്ള സാധ്യതകളാണ് അവരുടെ ടീമിന്റെ ഇപ്പോഴത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ പറയാൻ കഴിയും. പക്ഷെ ബാഴ്സലോണ വൈകാരികമായിട്ട് ചാവി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വൈകാരികമായിട്ട് എടുത്തോ എന്നൊരു സംശയമുണ്ട്. ഗോളടിക്കാൻ നന്നായി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ലെവൻഡോസ്കി ഒക്കെ ഇപ്പോൾ ഗോൾ അടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. നമുക്കറിയാം ലെവൻഡോസ്കി ഈ സീസൺ പോയ സീസൺ നന്നായിട്ട് ഗോൾ അടിച്ചു കൂട്ടി. പക്ഷെ ഈ സീസണിൽ ഇടക്ക് വെച്ച് ആ ഗോളടി മികവ് എവിടെയോ അദ്ദേഹത്തിന് കൈമോശം വന്നു പോയിരുന്നു. എന്തായാലും PSG തന്നെ മുൻതൂക്കം കാണുന്നു. എങ്കിലും ചാവി പടിയിറങ്ങുന്ന ഘട്ടത്തിൽ കിരീടത്തോടെ, കാര്യം ഇപ്പോൾ ലാലിഗയിൽ കിരീടം ചൂടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഉള്ളത് UEFA ചാമ്പ്യൻസ് ലീഗ് ആണ്. കിരീടത്തോടെ ഇറങ്ങുകയാണെങ്കിൽ അത് ആരാധകർക്ക് വലിയ ഒരു സന്തോഷമൊക്കെ നൽകുന്നതായിരിക്കും. പക്ഷേ നിലവിൽ നമ്മുടെ പ്രഡിക്ഷൻ PSG മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ്. അടുത്ത കളിയിലേക്ക് നമുക്ക് വരാം. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് പോരാട്ടമാണ്. ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർ മിലാനോട് അവസാന ഘട്ടം വരെ പുറകിൽ നിന്നിട്ട് ഒടുവിൽ ഗോൾ അടിച്ച് വന്ന് പിന്നെ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ കളി കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ജയിച്ച് കയറി വരികയാണ്. അപ്പൊ യൂറോപ്പിൽ മിന്നും ഫോമിൽ നിന്നിരുന്ന ഇന്റർ മിലാനെ വീഴ്ത്തിയിട്ടാണ് അവർ വരുന്നത്. ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണെങ്കിൽ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചു വരുന്നുമുണ്ട്. ഈ കളിയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു UCL കിരീട ഫേവറേറ്റുകളായിക്കൊണ്ട് പലരും വിലയിരുത്തപ്പെട്ട ടീമാണ് ഇന്റർ മിലാൻ. അവരുടെ ഇറ്റാലിയൻ ലീഗിലെ പ്രകടനമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഒരുപാട് ബഹുദൂരം മുന്നിലാണ് ഇറ്റാലിയൻ ലീഗിൽ ഇന്റർ മിലാൻ. ലൗട്രോ മാർട്ടിനസ് ഒക്കെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. ആ ഇന്റർ മിലാനെ പൊരുതി തോൽപ്പിക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ്. അത്രയും മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു ടീമിനെ പുറത്താക്കിക്കൊണ്ടാണ് ഡിയഗോ സിമിയോണിയും സംഘവും ഇപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നിട്ടുള്ളത്. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ബൊറൂസിയ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു വലിയ എതിരാളികളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡച്ച് ക്ലബായ PSVയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബൊറൂസിയ വരുന്നത്. വലിയൊരു വെല്ലുവിളി PSVയിൽ നിന്നും ബൊറൂസിയക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. പക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡുമായി ഏറ്റുമുട്ടുമ്പോൾ ബൊറൂസിയക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് സെമിയിലേക്ക് മുന്നേറും എന്ന് തന്നെയാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നമുക്ക് എഴുത്തള്ളാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നത്. അതുപോലെ ആന്റോയിൻ ഗ്രീസ്മാന്റെ ഒരു ഫോം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഈ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ അവര് ഇന്റർ മിലാനെ തോൽപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ളത് വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഫോമൊക്കെ തീർച്ചയായിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡിന് മുൻതൂക്കം നൽകുന്നത്. അങ്ങനെയെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അടുത്ത ഘട്ടത്തിലേക്ക് സെമിഫൈനലിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സെമിഫൈനൽ മത്സരം നമ്മുടെ പ്രഡിക്ഷൻ അനുസരിച്ച് PSG വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരിക്കും. അതും ഒരു സൂപ്പർ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ക്വാർട്ടർ ഫൈനലിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ക്വാർട്ടർ ഫൈനൽ അടുത്തത് ആഴ്സണൽ വേഴ്സസ് ബയേൺ മ്യൂണിക്ക് പോരാട്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് പലവട്ടം ആഴ്സണലിന് പണി കൊടുത്തിട്ടുണ്ട് UEFA ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്ക്. എന്നാൽ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ആഴ്സണലാണ് നല്ല രൂപത്തിൽ 2024 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ ആഴ്സണലിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ബയേൺ മ്യൂണിക്ക് ആവട്ടെ ഇടക്കാലത്തൊന്ന് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ തോമസ് ടൂഷല് ഞാൻ പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ബുണ്ടസ് ലീഗയിൽ അവർക്ക് കിരീടം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 10 പോയിന്റിന്റെ വ്യത്യാസം ബയർ ലെവർക്യൂസനുമായിട്ട് ഓൾറെഡി അവരുണ്ട്. എന്നാൽ പോലും UCL എത്തുമ്പോൾ ബയേൺ വേറൊരു തലത്തിൽ കളിക്കാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം ആ പഴയ റിവൽറി ഒരിക്കൽ കൂടി ബയേൺ വേഴ്സസ് ആഴ്സണൽ എന്ന് പ്രതീക്ഷിക്കുന്നു. UCLന്റെ ആദ്യപാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബയേൺ മ്യൂണിക്ക് നന്നായി ബുദ്ധിമുട്ടിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് രണ്ടാം പാദ മത്സരത്തിലാണ് അവർ വിജയിച്ച് കയറുന്നത്. ഹാരി കെയ്നിന്റെ ഒരു ഇരട്ട ഗോൾ മികവിലൊക്കെയാണ് വിജയിച്ച് കയറുന്നത്. ഒരല്പം ബുദ്ധിമുട്ടേറിയ സീസണാണ് ബയേണിനെ സംബന്ധിച്ചിടത്തോളം. പഴയ ആ ഒരു ബയേണിനെ ഇപ്പോൾ കാണാനില്ല. ഇതിനിടയ്ക്ക് ഒരു മത്സരത്തിൽ 8 ഗോളുകൾ നേടിക്കൊണ്ട് അവർ കരുത്ത് തെളിയിച്ചുവെങ്കിലും എതിരാളികളെ പരിശോധിക്കേണ്ടതാണ്. അപ്പോ ആ ഒരു പഴയ ബയേൺ എന്തായാലും ഇപ്പോഴില്ല എന്ന് തന്നെ വേണം പറയാം. പക്ഷെ ഒരു കാരണവശാലും എഴുതി തള്ളാൻ കഴിയില്ല. ആഴ്സണലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പോർട്ടോയോട് ഒരല്പം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആഴ്സണൽ. അങ്ങനെയാണ് ആ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൊക്കെയാണ് ആഴ്സണൽ വിജയിച്ച് വരുന്നത്. പക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം ആഴ്സണൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പാടില്ല. മികച്ച പ്രകടനം ഈ ഒരു 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ആര് വിജയിക്കും എന്നത് പ്രവചിക്കുക ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിലവിലെ ഫോം വെച്ച് പരിഗണിക്കുമ്പോൾ ആഴ്സണലിന് സാധ്യത കൽപ്പിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ബയേണിന് സാധ്യത കൽപ്പിക്കാം. പക്ഷെ ഞാനിവിടെ പേഴ്സണലായിട്ട് ആഴ്സണൽ ഇത്തവണ ബയേണിനെ മറികടക്കും എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആഴ്സണൽ മുന്നോട്ട് വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്.
ഏതായാലും മൈക്കൽ ആർട്ടറ്റയുടെ കീഴിൽ അവരുടെ താരങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ബയേണിനെ മറികടന്ന് ആഴ്സണൽ മുന്നോട്ട് വരുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തത് ഈ ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറയാവുന്ന പോരാട്ടമാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഒരുപാട് താരങ്ങൾ പരിക്കേറ്റ് പുറത്ത് പോകുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും അവർക്കുണ്ടായിട്ടുണ്ട്. കീ പ്ലേയേഴ്സ് പുറത്തു പോകുന്ന അവസ്ഥ. എന്നിട്ടും കാർലോ ആഞ്ചലോട്ടി എന്ന തന്ത്രജ്ഞന്റെ മികവിൽ അവർ മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ജൂഡ് ബെല്ലിംഗാം ഒക്കെ ഈ സീസണിൽ വന്നതിന് ശേഷം മിന്നുന്ന ഫോമില. പിന്നെ വിനീഷ്യസ് ജൂനിയർ, അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് സീസണിലുടനീളം അദ്ദേഹം കീപ്പ് ചെയ്ത് പോകുന്നുമുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ റയൽ മാഡ്രിഡിന് പല ഘട്ടങ്ങളിലും സെൻട്രൽ ബാക്കുമാരൊന്നും ഇല്ലാതെ മറ്റു പൊസിഷനിൽ കളിക്കുന്നവർ അവിടെ കളിപ്പിച്ചൊക്കെ വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അവരുടെ ജേണി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി മുഴുവൻ കരുത്തിലുമാണ് കളിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ കെവിൻ ഡി ബ്രൂയനെയും ഏർലിംഗ് ഹാലൻഡും പരിക്കേറ്റൊക്കെ പുറത്തായിരുന്നെങ്കിലും അവരൊക്കെ തിരികെ വന്നു കഴിഞ്ഞു. അവരൊക്കെ അവരുടെ മികവ് വീണ്ടെടുത്ത് കഴിഞ്ഞു. ഇപ്പം എഡേഴ്സൺ മോറസ് പരിക്കേറ്റ് പുറത്താണെങ്കിലും UCL തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം ഓക്കെ ആവും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഒരുപക്ഷെ ചിലപ്പോൾ ആദ്യപാദ മത്സരം അദ്ദേഹത്തിന് നഷ്ടമായാലും അത്ഭുതപ്പെടേണ്ടതില്ല. എങ്കിൽ പോലും മികച്ചൊരു ടീമുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആര് വിജയിക്കും? ഇവിടെ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുടെ ഒരു സീസണാണ്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ആഞ്ചലോട്ടിയുടെ ഒരു മികവ് എടുത്തു പറയേണ്ടതാണ്. കാരണം പ്രതിരോധ നിരയിൽ പല താരങ്ങളെയും, പ്രധാനപ്പെട്ട താരങ്ങൾ നഷ്ടമായിട്ട് പോലും പ്രതിരോധത്തിൽ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ഒരു സീസണാക്കി മാറ്റാൻ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും മികച്ച രൂപത്തിലാണ് ആഞ്ചലോട്ടി റൊട്ടേറ്റ് ചെയ്ത് തൻ്റെ ടീമിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുള്ള തിബൌട്ട് കോർട്ടുവ, അതുപോലെ തന്നെ പ്രതിരോധ നിര താരം എഡർ മിലിറ്റാവോ, ഈ രണ്ട് താരങ്ങൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിന് സജ്ജമാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായ കാര്യമാണ്. പ്രത്യേകിച്ച് കോർട്ടുവയുടെ വരവൊക്കെ അത് റയലിനെ സംബന്ധിച്ചിടത്തോളം സഹായകരമാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. മാഞ്ചസ്റ്റർ സിറ്റി ആവട്ടെ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഡിബ്രൂയിനെയും ഹാലൻഡും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിൽഫോർഡനൊക്കെ മാരക ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂലിയൻ ആൽവരസ് ഉണ്ട് അവിടെ. അങ്ങനെ മികച്ച ഒരുപാട് താരങ്ങൾ, അവരുടെ പ്രതിരോധമൊക്കെ വളരെ ശക്തമാണ്. പക്ഷെ കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള മത്സരം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മാഞ്ചസ്റ്റർ സിറ്റിയും അജയരൊന്നുമല്ല. കാരണം ആ മത്സരത്തിൽ ലിവർപൂൾ നന്നായി മാഞ്ചസ്റ്റർ സിറ്റിയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആക്രമണങ്ങളായിരുന്നു ആ മത്സരത്തിൽ ലിവർപൂൾ നടത്തിയിരുന്നത്. നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ലിവർപൂളിന് ആ മത്സരത്തിൽ സമനില വഴങ്ങേണ്ടി വന്നത്. അജയരല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ റയലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ RB ലീപ്സിഗിനെ മറികടന്നുകൊണ്ടാണ്, പ്രീ ക്വാർട്ടറിൽ മറികടന്നുകൊണ്ടാണ് റയൽ ക്വാർട്ടർ ഫൈനൽ എത്തുന്നത്. ഒരല്പം ബുദ്ധിമുട്ടിയിട്ടുണ്ട് റയൽ RB ലീപ്സിഗിനെതിരെ, അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മത്സരം തുല്യശക്തികളുടെ പോരാട്ടമാണ് എന്ന് വിലയിരുത്തുമ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിക്ക് നിലവിലെ അവസ്ഥയിൽ ഞാൻ ഒരു മുൻതൂക്കം കാണുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഞാൻ കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു പ്രഡിക്ഷൻ, സെമിഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാത്തിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലുള്ള ഒരു കിടിലൻ പോരാട്ടങ്ങളുടെ UCL ക്വാർട്ടർ ഫൈനലാണ് വരാൻ പോകുന്നത്. നമുക്കത് ആഘോഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുവരാം.